ജ്ഞാനം അധ്യായം 10. ഏകനായി ആദ്യം സൃഷ്ടിക്കപ്പെട്ട ലോകപിതാവിനെ ജ്ഞാനം കാത്തുരക്ഷിച്ചു. പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. സർവവും ഭരിക്കാൻ അവന് ശക്തി നൽകി. അധർമ്മിയായൊരുവൻ കോപത്തിൽ അവളെ ഉപേക്ഷിച്ചപ്പോൾ ക്രൂരമായി ഭ്രാതൃഹത്യ ചെയ്ത് സ്വയം നശിച്ചു. അവൻ മൂലം ഭൂമി പ്രളയത്തിലാണ്ടപ്പോൾ വെറും തടിക്കഷണത്താൽ നീതിമാനെ നയിച്ച് ജ്ഞാനം അതിനെ വീണ്ടും രക്ഷിച്ചു. തിന്മ ചെയ്യാൻ ഒത്തുകൂടി ജനതകളെ ചിതറിച്ചപ്പോൾ ജ്ഞാനം നീതിമാനെ തിരിച്ചറിയുകയും അവനെ ദൈവസമക്ഷം നിഷ്കളങ്കനായി കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. തൻ്റെ പുത്രവാത്സല്യത്തിന് മുൻപിലും അവനെ കരുത്തോടെ നിർത്തി. അധർമ്മികൾ നശിച്ചപ്പോൾ ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു. പഞ്ചനഗരത്തിൽ പതിച്ച അഗ്നിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അവരുടെ ദുഷ്ടതയുടെ തെളിവ് ഇന്നും കാണാം. സദാ പുകയുയരുന്ന ശൂന്യപ്രദേശം, കനിയാകാത്ത കായ്കൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ, അവിശ്വാസിയുടെ സ്മാരകമായ ഉപ്പുതൂൺ. ജ്ഞാനത്തെ നിരസിച്ചതിനാൽ നന്മയെ അവർ തിരിച്ചറിഞ്ഞില്ല. മനുഷ്യവർഗത്തിനു വേണ്ടി മൗഢ്യത്തിൻ്റെ സ്മാരകം അവശേഷിപ്പിക്കുകയും ചെയ്തു. അവരുടെ പരാജയങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയില്ല. ജ്ഞാനം തന്നെ സേവിച്ചവരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഒരു നീതിമാൻ സഹോദരൻ്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ അവൾ അവനെ നേർവഴിയിലൂടെ നയിച്ചു. അവന് ദൈവരാജ്യം കാണിച്ചു കൊടുക്കുകയും ദൈവദൂതന്മാരെക്കുറിച്ച് അറിവ് നൽകുകയും അവൻ്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കുകയും അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. ദുർമോഹികളായ മർദ്ദകരുടെ മുൻപിൽ അവൾ അവന് തുണയായി നിന്ന് അവനെ സമ്പന്നനാക്കി. അവൾ അവനെ ശത്രുക്കളിൽ നിന്നും പതിയിരുന്നവരിൽ നിന്നും പരിരക്ഷിച്ചു. രൂക്ഷമായ മത്സരത്തിൽ അവൾ അവനെ വിജയിപ്പിച്ചു. അങ്ങനെ ദൈവഭക്തി എന്തിനേക്കാൾ ശക്തമെന്ന് പഠിപ്പിച്ചു. ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ ജ്ഞാനം അവനെ കൈവിടാതെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. കാരാഗ്രഹത്തിലേക്ക് അവനോടൊത്തിറങ്ങി. രാജകീയമായ ചെങ്കോലും തൻ്റെ യജമാനന്മാരുടെ മേൽ ആധിപത്യവും ലഭിക്കുവോളം കാരാഗ്രഹത്തിൽ അവനെ ഉപേക്ഷിച്ചു പോയില്ല. ശത്രുവിൻ്റെ ആരോപണം കള്ളമാണെന്ന് തെളിയിക്കുകയും അവന് നിത്യമായ ബഹുമതി നേടിക്കൊടുക്കുകയും ചെയ്തു. നിഷ്കളങ്കമായ വിശുദ്ധജനത്തെ മർദ്ദക ജനതയിൽ നിന്ന് ജ്ഞാനം രക്ഷിച്ചു. അവൾ കർത്താവിൻ്റെ ഒരു ദാസനിൽ കുടികൊള്ളുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരന്മാരായ രാജാക്കന്മാരെ എതിർക്കുകയും ചെയ്തു. അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നൽകി. പകൽ തണലും രാത്രി നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു. അവൾ അവരെ അഗാധമായ ജലത്തിൻ്റെ മധ്യത്തിലൂടെ നയിച്ച് ചെങ്കടലിൻ്റെ അക്കരെ എത്തിച്ചു. അവർ ശത്രുക്കളെ ജലത്തിൽ മുക്കിക്കൊല്ലുകയും ആഴത്തിൽ നിന്ന് മേൽപോട്ടെറിയുകയും ചെയ്തു. ദൈവഭക്തിയില്ലാത്ത അവരെ നീതിമാന്മാർ കൊള്ളയടിച്ചു. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ നാമത്തെ അവർ പാടിപ്പുകഴ്ത്തി. അങ്ങയുടെ സംരക്ഷിക്കുന്ന കരത്തെ ഏകസ്വരത്തിൽ വാഴ്ത്തി. ജ്ഞാനം മൂകരുടെ വായ തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. Chapter 10. She preserved the first-formed Father of the world when he alone had been created, and she raised him up from his fall, and gave him power to rule all things. But when the unjust man withdrew from her in his anger, he perished through his fratricidal wrath. When on his account the earth was flooded, wisdom again saved it, piloting the just man on frailest wood. She, when the nations were sunk in universal wickedness, knew the just man, kept him blameless before God, and preserved him resolute against pity for his child. She delivered the just man from among the wicked who were being destroyed, when he fled as fire descended upon Pentapolis. Where as a testimony to its wickedness there yet remain a smoking desert, plants bearing fruit that never ripens, and the tomb of a disbelieving soul, a standing pillar of salt. For those who forsook wisdom first were bereft of knowledge of the right,
and then they left mankind a memorial of their folly, so that they could not even be hidden in their fall. But wisdom delivered from tribulations those who served her. She, when the just man fled from his brother's anger, guided him in direct ways, showed him the kingdom of God, and gave him knowledge of holy things. She prospered him in his labors, and made abundant the fruit of his works, stood by him against the greed of his defrauders, and enriched him. She preserved him from foes, and secured him against ambush, and she gave him the prize for his stern struggle, that he might know that devotion to God is mightier than all else. She did not abandon the just man when he was sold, but delivered him from sin. She went down with him into the dungeon, and did not desert him in his bonds, until she brought him the scepter of royalty and authority over his oppressors, showed those who had defamed him false, and gave him eternal glory. The holy people and blameless race, it was she who delivered them from the nation that oppressed them. She entered the soul of the Lord's servant, and withstood fearsome kings with signs and portents. She gave the holy ones the recompense of their labors, conducted them by a wondrous road, and became a shelter for them by day and a starry flame by night. She took them across the Red Sea, and brought them through the deep waters. But their enemies she overwhelmed, and cast them up from the bottom of the depths. Therefore the just despoiled the wicked, and they sang, O Lord, your holy name, and praised in unison your conquering hand, because wisdom opened the mouths of the dumb, and gave ready speech to infants.